ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ MES കോളേജിലാണ് എടുക്കാൻ പോണത്. അപ്പോൾ കോളേജിനെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷേ നമുക്ക് കോളേജ് വരെ ഇറക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ST വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഹായ് ബ്രോ. ഓ, പേരെന്തായിരുന്നു? നന്ദലാൽ. നിങ്ങൾ വരുന്നുണ്ട് മുതൽ. ഓക്കെ, നീങ്ങിരുന്നോ? ഓക്കെ, പോവാം ഗൈസ്. ST വണ്ടീൻ്റെ മുകളിലാണ് നമ്മളിന്നത്തെ യാത്ര. ഓക്കെ, കമോൺ. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ MES കോളേജ് വരെ ഇതിൻ്റെ മുകളിലാണ് പോകാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർസെപ്റ്ററിൻ്റെ മുകളിൽ ഇനി, പക്ഷേ ഈ പ്രാവശ്യം STൻ്റെ മുകളിലാണ്. അടിപൊളി അംബാസാണ്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നിർത്തി നിന്ന്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ കബനിമുക്ക് എത്തി. കബനിമുക്കും കഴിഞ്ഞ് ഇങ്ങനെ പോകും. ഭയങ്കര നേരെ ഉണ്ടാവും. ആണോ? ക്യാമറ ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന കോളേജ് ഏതാ അറിയോ? NIT കോളേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, STMS ക്യാമ്പസ്. പൊട്ടറ വണ്ടി കേട്ടോ. ഇപ്പം നമ്മൾ കട്ടാങ്ങൽ ജംഗ്ഷൻ എത്തി. ഇതാണ് നമ്മളെ കട്ടാങ്ങൽ ജംഗ്ഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകും. MES കോളേജിലേക്കാണ് പോകാൻ പോണത്. ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഫുൾ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ MESലുള്ള സ്റ്റുഡൻസൊക്കെ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മൾ പുതിയ തരം വ്ളോഗറാണ്, പബ്ലിക്കായിട്ട് വ്ളോഗ് എടുക്കും. ഓക്കെ, ടാറ്റാ. അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഫൈനാസിനെ കണ്ടു, നിങ്ങൾ കാണുന്നുണ്ടാവും. ഫൈനാസ് ആണ് നമ്മളെ വ്ളോഗ് വന്ന ആളാണ്. ഓക്കെ, ഫൈനാസ്. അതെ ഗൈസ്, ഇതപ്പോൾ നമ്മൾ MES കോളേജിലേക്ക് എൻട്രി അടിക്കാൻ പോവാണ്. അവിടെ വരെ നമ്മൾക്ക് ഈ ഫ്രണ്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതവിടെ ഫുൾ റോഡൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഒരു സ്റ്റുഡൻസിനൊന്നും കാണുന്നില്ല ഗൈസ്. എന്താ സംഭവം? അതാ ഗൈസ് MES രാജാസ് കോളേജ് സ്കൂള്. ഇവിടെ ആരും ഇല്ലല്ലോ. നമ്മളിത് ഇറങ്ങാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഓക്കെ ഗൈസ്, ST വണ്ടി പോയി നമ്മളെ MES. ടാറ്റ ഗൈസ്, ഒരു പോയി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ MES കോളേജിലാണ് ഉള്ളത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ MES കോളേജിനുള്ളിൽ കയറി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും പെട്ടെന്ന് ഇങ്ങോട്ട് എനർജി വരുന്നില്ല. എന്താണെന്നറിയില്ല, നമ്മളറിയാനായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, അതും വിത്ത് കോളേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഐശുദ അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ടീമിനെ പിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഹലോ ബ്രോ. ഹായ്, എന്താ പേര്? അഖിൽ. അപ്പോൾ ഞങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയെന്ന് പറയാൻ പറ്റുമോ? ഒരു ശതമാനക്കണക്കുണ്ട്. 55. റോങ് ആൻസറാണ്, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ശ്രീലങ്കയുടെ ദേശീയ മൃഗം ഏതാണ്? ശ്രീലങ്കൻ്റെ? അതെ, ദേശീയ മൃഗം.
ഓപ്ഷൻ ഉണ്ട്. കടുവ, പുലി, സിംഹം. സിംഹം. ഓക്കെ ആ മുട്ടായി. ഓക്കെ ടാറ്റ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ ഗൈസ് അവിടെ കുറേ ആൾക്കാരുണ്ട്. ടാറ്റ തന്നോ? ഓക്കെ ടാറ്റ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പെർമിഷൻ ആണെങ്കിൽ വൻ വിഷയമാണ്. പെർമിഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പെർമിഷൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പക്ഷേ പെർമിഷൻ നമ്മൾ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ്. ഓക്കെ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. കുറേ സ്റ്റുഡൻസാണ്, പുതിയ സ്റ്റുഡൻസ്. വലൈക്കും അസ്സലാം. പേരെന്തായിരുന്നു? മുഹമ്മദ് അമീൻ. പേരെന്താ? റിസ്വാൻ. പേരെന്താ? മൊയ്തുട്ടി. ഓക്കെ അപ്പോൾ ഞങ്ങളോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. ആരോടാ? ഗൈസ് ഇവിടെ ഒരു ഇന്നെ മൊത്തത്തിലിട്ട് കറക്കി കളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം, ക്യാഷ് പ്രൈസ്. ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ശ്രീലങ്കയുടെ ദേശീയ മൃഗം ഏതാ? നിങ്ങൾ പറയാൻ പറ്റൂല. സമ്മാനം ഉണ്ട്. ആൻസർ പറയാൻ നോക്കട്ടെ. ശ്രീലങ്കയുടെ ദേശീയ മൃഗം പറയൂ. അതെ. എന്നാ വേറെ ക്വസ്റ്റ്യൻ വേണോ ആർക്കെങ്കിലും? വേറെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? ലിറ്റർ അല്ല. പറയൂ. അറിയില്ല. പറയൂ. ഗൂഗിളിൽ നോക്ക്. 6 ലിറ്റർ. 8 ലിറ്റർ. ശതമാനം ചോദിച്ചത്, ലിറ്റർ അല്ല, ശതമാനം. 70, 60%, 50%, 40, 65, 70, 80. അവിടെ എത്ര? 80. 70. അപ്പോ 65% ആൻസർ. നമ്മള് സമ്മാനം കൊടുക്കാൻ പോകണം. സമ്മാനം കൊടുത്ത് കോപ്പി. അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലാണ്, നോക്കി. അനസ് വ്ലോഗ് 21. പേരെന്തായിരുന്നു? മുനീസ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ കോളേജിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? പുതിയ വരുന്ന ആണോ? വേറെ എവിടെ പോകണം? ഓക്കെ. അപ്പൊ നല്ലത് മാത്രം പറയണോ? ഞാൻ ഒരു പൊടി എഡിറ്റ് ഒന്നും ചെയ്യില്ല, നേരെ അങ്ങോട്ട് കയറ്റുക ചെയ്യാം. ഈ ബോർഡ് കാണുന്ന കോളേജിലാണെന്നുള്ളത്. വരൂ. ആണല്ലേ? വ്ളോഗർ. നമ്മളൊരു പുതിയ തരം വ്ളോഗർ ആയിട്ടാട്ടോ. ഓക്കെ. ആരും തെറ്റിയായിരിക്കും. ഓക്കെ. പേരെന്താ ചോദിച്ചില്ല? പേരെന്തേനും? ഉസ്ന. അന്റെ പറഞ്ഞതാ? ഓക്കെ. ഷാഹിദ് ഇല്ലേ? ഓക്കെ. കുത്തിക്കള. ഓക്കെ. ദേവഗിരി കോളേജാണ്, MS കോളേജാണ് ഏറ്റവും ടോപ്പിൽ കയറുന്ന. നമ്മൾ നോക്കി നോക്കാം. ഓക്കെ. ഇത് ഷാഫി കോളേജ് ഉണ്ട്, ദേവഗിരി കോളേജ് ആണല്ലേ? ഓക്കെ. പ്രിൻസിപ്പൾ ആരാ? കുട്ടികളെ അഭിപ്രായം ചോദിച്ചാ പറഞ്ഞുതരും. ആണല്ലേ? ഓക്കെ. കളർ ഡ്രസ് ആണല്ലോ ഇവിടെ. യൂണിഫോം. നിങ്ങളിപ്പോ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. MS കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഇതിങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നത്. അവിടെ പോയി എടുക്കണോ?
ടാറ്റ ഒരു ടാറ്റ എന്നോളി. അവിടെ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മരത്തിന്റെ ചോട്ടില്. ഗൈസ് അവിടെ മരത്തിന്റെ ചോട്ടിൽ എന്തോ മീറ്റിംഗ് നടക്കുന്നതിനോട് അമ്മ അവിടെ പോകാൻ കഴിയില്ല. ക്ലാസ് മരത്തിന്റെ ചോട്ടില്ല ക്ലാസ്. ഗൈസ് ഇവിടുത്തെ ക്ലാസ് വരുന്നത് മരത്തിന്റെ ചോട്ടിലാണ്. മരത്തിന്റെ ചോട്ടിൽ ഇവിടെ വൈബാണ് ഗൈസ്. വേഗം ഇങ്ങോട്ട് വന്നോ. ഓക്കെ ഇങ്ങോട്ട് കേറി വന്നോ. അപ്പോ രണ്ടാൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ ടാറ്റ. ഓക്കെ അല്ല എനിക്കിപ്പോ നിങ്ങളൊക്കെ മതി ഈ വ്ളോഗ് എത്താൻ. മോന്തന്റെ ഉള്ളിൽ കൊണ്ടേ ഓക്കെ അങ്ങനെ കുറച്ച് ഇതാക്കി ഗൈസ് നമ്മള് വേർക്കും നമ്മളൊരു ജോബാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളൊരു പണിക്കൊന്നും പോകലില്ല. നമ്മള് വ്ളോഗാണ് മെയിൻ ആയിട്ട് കൊണ്ടെടുക്കല്. ഇത് ഇന്നലെ തുടങ്ങിയതാ. ഓക്കെ ടാറ്റ. ഓക്കെ പേരെന്താ? അഫ്നാൻ. പേരെന്താ? ഇന്നത്തെ വ്ളോഗിലുണ്ടാവും അനസ് വ്ളോഗ് 21. ഓക്കെ ടാറ്റ. പോയിക്കോട്ടോ. നമ്മ അവിടെ പോയി ടീം എടുക്കാം. ഓക്കെ അവിടെ ടീംസ് ഉണ്ട്. നമ്മളെ പുതിയ സ്റ്റുഡന്റ്. ഹലോ പേരെന്തായിരുന്നു? മിഥിലാജ്. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം. ക്വസ്റ്റ്യൻ വേണ്ട. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. ഓക്കെ പേരെന്താ? ഷാമിൽ. അപ്പോ നമുക്ക് ഇവിടെ തന്നെ നിക്കാം. ഇവിടെയാണ് ഇഷ്ടംപോലെ കളറുള്ളത്. 5 മിനിറ്റ് കൂടി നിന്നാ പോലീസ് വരുന്നാ പറയുന്നത്. MES കോളേജിൽ എന്നാ ഞാൻ പോട്ടെ. അപ്പോൾ ഒന്നത് വീഡിയോ കാണണോ? എല്ലാവരും ഒന്നുകൂടി ഒന്ന് കത്തിച്ചാളെ. ഒന്ന് ടാറ്റ തന്നിട്ട്. അനസ് വ്ളോഗ് 21. അതെ 21ലാണ് അതിലേക്ക് കയറി വരുന്നത്. ഇതുവരെ ബാക്കിലേനു. ഓക്കെ ഓക്കെ ടാറ്റ. ബൈ. സി യു. ഓക്കെ ഗൈസ് നമ്മൾ പോവാണ്. അപ്പോൾ MES കോളേജിലാണെന്ന് വന്നത്. അപ്പോൾ കോളേജ് അടിപൊളിയാണ്. ചേട്ടാ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ അതെ യൂട്യൂബാ. അതെ വാഴക്കൃഷിയില്ലേ ഗൈസ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് വാഴക്കൃഷിക്ക് വേണ്ടിയിട്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താ? തുമാരാ നാം ക്യാ? ഹരീഷ്. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞോളൂ. ടാറ്റ. ഓക്കെ നിങ്ങളെ പേരെന്താ? അബ്ദുള്ള. ഓക്കെ അപ്പോൾ വാഴക്കൃഷി അടിപൊളിയാവട്ടെ. ഓക്കെ എടുത്ത് അത് സിനി നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ MES കോളേജ് അടിപൊളിയാണ്. എനിക്കിവിടെ കോളേജിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയാനറിയില്ലെങ്കിലും സ്റ്റുഡൻസൊക്കെ അടിപൊളി സ്റ്റുഡൻസാണ്. അപ്പോൾ ഓലെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മൊത്തം തമാശ കാര്യങ്ങളാണ് നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുക. മൊത്തത്തിൽ തമാശയാണ്. കുറച്ച് കൂടുതലാണ്. ആംഗിളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെറ്റും. പിന്നെ നമ്മൾ ഈ വ്ളോഗ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറേ റിസ്ക്കാണ്. വേർത്ത് വലിച്ചുകൊണ്ടാണ് വ്ളോഗ് എടുക്കുക. ഓക്കെ ഇതിപ്പോൾ നമ്മൾ പുറത്തെത്തി. ഇതാ താറൊക്കെ വരുന്നുണ്ട്. താറ് കാറാണ് നിങ്ങളിപ്പം കണ്ടത്. ബ്ലാക്ക് താറ് കാർ. ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ ടാറ്റാ. അപ്പോൾ ഇതാണ് നമ്മളെ MES ചാത്തമംഗലം കോളേജിലാണെന്നുള്ളത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അടിപൊളി സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ കോളേജിലേക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നോളി. അടിപൊളി കമ്പനി ആയിട്ടുള്ള സ്റ്റുഡൻസുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ തെറ്റുകൾ ഉണ്ടാവും. എൻ്റെ വ്ളോഗിൽ മൊത്തം തെറ്റുകളായിരിക്കും. ഓക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ ഭയങ്കര ഇന്നത്തെ മൊത്തം സ്റ്റാമിന തീർന്ന്. ഓക്കെ ഗൈസ് ഇത് ഇവിടെ ഒരു അടിപൊളി ഗ്യാരേജ് ഉണ്ട്. ഗ്യാരേജ് എന്ന് വെച്ചാൽ ഈ വണ്ടികളുടെ ഒരു അധോലോകം തന്നെ പറയാം. അതൊരു അടിപൊളി വിൻറ്റേജ് കാറാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അടിപൊളി വിൻറ്റേജ് കാറ്. ഇന്ത്യ മോനെ ഏതാ കാറ് നോക്ക് നിങ്ങൾ.
അടിപൊളി കാർ കിട്ടും, ഒരു രക്ഷയില്ല. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ കാണുന്ന കാറാണ്. അത് നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ കാണുന്ന കാറ് കണ്ടോ നിങ്ങൾ? എമ്മാതിരി കാറാ അത്. ഇത് നോക്കി ഡോറൊക്കെ തുറക്കാൻ കഴിയുന്നുണ്ട്. അത് കണ്ടില്ലേ, ഉള്ളൊക്കെ ഒന്നുകൂടി വർക്ക് എടുപ്പിക്കാനുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളി. ഓക്കെ, ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? മജ്നാസ്. വാട്ട് ഈസ് യുവർ നെയിം? അഷ്കർ. അഷ്കർ. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞോളൂ. ഒരു ഹായ്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ മുന്നിൽ കിടക്കുന്ന കാറ് എങ്ങനെ, എന്താ സംഭവം? ആണല്ലേ? ഓക്കെ, അതെങ്ങനെ മൊത്തം ഒന്നുകൂടി പണിയെടുപ്പിക്കാണ്ടല്ലേ? ഓക്കെ, വർക്കിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. വർക്കിലാണ് പണി എടുപ്പിക്കുന്നത്. ആ കാറിൻ്റെ പേരെന്താ? ഫിയറ്റ് 118 എന്ന് പറഞ്ഞ വണ്ടിയാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഡെയിലി 5 മണിക്ക് വീഡിയോ ഉണ്ടാവും. ഒന്നുകൂടി ടാറ്റ പറഞ്ഞോളൂ. ഓക്കെ, ബൈ. ഊക്കൂല. ഓക്കെ, സ്ഥലം ഊർക്കടവ്. യെസ് ഇവിടെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വ്ളോഗ് എടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഒരു രസമൊക്കെ തന്നെയാണ്, രസമുള്ള പരിപാടിയാണിത്. അപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, സ്റ്റുഡൻസ് ഉണ്ട്. വരാം. ഹായ്. ഇവിടുത്തെ 2-3 സ്റ്റുഡൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ചോദിച്ചോളാം. ഹായ്, ഹലോ. ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം. രണ്ടാൾക്ക് പങ്കെടുക്കാം. പേരെന്താ? അർസൽ. പേരെന്താ? നെഹില. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ മറന്നുപോയി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ, അപ്പോൾ ശ്രീലങ്കയുടെ അങ്ങനത്തെ ചോദിക്കരുത്. ശ്രീലങ്കയുടെ ദേശീയ മൃഗത്തിന്റെ പേരെന്താ? എന്താണ്? തിമിംഗലല്ല. അല്ല, പറയ്. അറിയൂല? അറിയോ? 3 ഓപ്ഷൻ തരാം. അല്ലേ വേണ്ട, വേറെ ക്വസ്റ്റ്യൻ മാറ്റി പിടിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യന്മാരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കാൻ പോണത്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവിന്റെ ശതമാനം എത്ര? പെർസെൻറ്റേജ് എത്ര? ഓപ്ഷൻ വേണോ? 60%, 65%, 70%, 70%. ഈ പറയും 60. എന്നാലും 2 റോങ് ആൻസർ. 65%. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. അപ്പോൾ ചാനൽ രസം ഉണ്ടാവും. ഗിഫ്റ്റ് വേണോ ഗൈസ്? ഗിഫ്റ്റ് നമ്മൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ 2 ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ടാറ്റ. അനസ് വ്ളോഗ് 21. ഓക്കെ, പേരെന്താ? മുംതാസ്. എന്താ പഠിക്കുന്നത്? ഡിഗ്രിയോ? ഓക്കെ, ടാറ്റ. 5 മണിക്ക് ഉണ്ടാവും. അനസ് വ്ളോഗ് 21. ഗൈസ്, ഇപ്പം കണ്ട ഗേൾസ് അടിപൊളിയാണ്. നമ്മൾ 2 ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. റോങ് ആൻസർ പറഞ്ഞിട്ട് വരെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത്. സംഭവം നമ്മളോട് ഗിഫ്റ്റ് ചോദിച്ചതിനോട് നമ്മൾ സഹായിക്കാം. നമ്മളൊരു ചെറിയൊരു സഹായം, വേറെ ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു സഹായം. ഓക്കെ, റെസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നേരെ പോയാൽ നമ്മൾ NIT എത്തും. ബൈ. എല്ലാവരും ടാറ്റ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ നമ്മൾ NITയിലേക്ക് ഇറക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ പേരെന്തായിരുന്നു? ഷഹന. നിങ്ങളെ പേരെന്താ? റഫീദ്. ഓക്കെ, റഫീദ്. ഓക്കെ, അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് മര്യാദയ്ക്ക് പരിചയപ്പെടും. ഓക്കെ, വിട്ടോളി. കുഴപ്പമില്ല, ഇടിക്കാഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, ഇന്നിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെ നമ്മളിന്നിപ്പോൾ NIT വരെ യാത്ര ചെയ്യാൻ പോവാണ്. ഓക്കെ, നല്ല ഭാവിയുണ്ട്, നല്ലപോലെ ഓടിക്കാനുണ്ട്. നമ്മൾ ഊർക്കടവ്. അതെ ഗൈസ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് കാഴ്ചകൾ കണ്ടോളൂ.
ഗൈസ് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കട്ടാങ്ങൽ ജംഗ്ഷനെത്തി. നമ്മൾ കുറച്ചുകൂടി മേലെ പോയാൽ അവിടെ ഇറങ്ങും. ഓക്കെ, ഡ്രൈവിംഗ് ഒക്കെ ഓക്കെയാണ് കേട്ടോ. ഓക്കെ ആണല്ലേ? ഓക്കെ ഗൈസ്, ലൈസൻസ് എടുത്തിട്ട് എയിമാക്കാണ്. ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങി. ഓക്കെ, ഇനി നമ്മളപ്പുറത്ത് പോയിട്ട് ഒന്നുകൂടി കൈ കൊടുത്തോളാം. ഹായ്. ഓക്കെ, അപ്പോൾ പേരെന്തായിരുന്നു? ഇതിൽ ക്ലിയർ ആയി ഉണ്ടാവില്ല. റഫീഖ്. ഓക്കെ, ഷഹന. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഓക്കെ. ഓ, ഡ്രൈവിംഗ് ഒന്ന് എയിമാക്കാണ് വേല്. അപ്പോൾ ഇടിച്ചിട്ടൊന്നുമില്ല, പക്ക ഓക്കെയാണ്. ഡ്രൈവിംഗ് ഓക്കെയാണ്. ഷഹനൻ്റെ ഡ്രൈവിംഗ് ഓക്കെയാണ്. ഷഹന ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ. അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പബ്ലിക് സ്ട്രീമിംഗ് വ്ളോഗാണ്. ഇവിടെ ഇപ്പോൾ തേങ്ങ കച്ചവടം ഉണ്ട്. ആയി ടാറ്റ, ടാറ്റ. ഓക്കെ, ബൈ ബൈ. ഗൈസ് ഇവിടെ കുറേ സ്ട്രീറ്റിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടാറ്റ, ബൈ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ NIT യൂണിവേഴ്സിറ്റീൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ നേരെ പോയാൽ നമ്മൾ മുക്കെന്ന് പറഞ്ഞ ജംഗ്ഷൻ, അല്ല മുക്കല്ല, നേരെ പോയാൽ കുന്നമംഗലം എത്തും. കുന്നമംഗലം ഇങ്ങോട്ട് പോയാൽ മുക്കെത്തും. ഓക്കെ, ഹായ്. അപ്പോൾ ഇതാണ് നമ്മളെ NIT സ്റ്റുഡൻസ്. ഇവിടെയും NIT, ഇവിടെയും NIT. ഓക്കെ, ടാറ്റ. ഓക്കെ, ബൈ ബൈ. ഗൈസ്, ഇത് ഞാൻ 4K റെസൊല്യൂഷനിലാണ് വീഡിയോ എടുക്കുന്നത്. അതും 4K ക്വാളിറ്റിയിലാണ് വീഡിയോ ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ അടിപൊളി ക്വാളിറ്റിയിൽ കാണണമെങ്കിൽ ആ ക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് 2160 പറഞ്ഞ ആ സെക്കൻഡിൽ ആ ഫിലിം ആ ഒരു സൈസിലിട്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു വൃത്തിക്ക് ഈ വീഡിയോ നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിന്ന് NITയിലാണ് ഉള്ളത്. NIT സ്റ്റുഡൻസ് ഒന്നും ഇവിടെ ആരും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ പോണത്. ഇവിടുന്ന് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കും. ഓൾഡ് ക്വസ്റ്റ്യൻ മറ്റേ ആരോപണം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും ചോദിക്കും. ഓക്കെ, ഹായ് ബ്രോ. ഹായ്. ഓ ഗൈസ്, ഇത് പുതിയ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞോളി. അപ്പോൾ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം. ഓക്കെ, ശ്രീലങ്കയുടെ ദേശീയ മൃഗം ഏതാ? കടുവ. നിങ്ങൾ പറയൂ. അറിയില്ല, ഒരു മൃഗം പറഞ്ഞോളി. പുലി. അപ്പോൾ 2 റോങ് ആൻസറാണ്. അതെ, ആന അല്ല. അപ്പോൾ 2 റോങ് ആൻസർ ആയ സ്ഥിതിക്ക് നമ്മൾ രണ്ടാമത് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ പോവാണ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ പെർസെൻറ്റേജ് പറയാൻ പറ്റുമോ? 70 അല്ലെങ്കിൽ 75. 70, 75. എത്ര? 75. എന്നാലും റോങ് ആൻസറാണ്. ഓക്കെ, ഇനി ആ ആൻസറുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരു തടസ്സമുണ്ട്. ഗൈസ്, നമുക്കൊരു എത്രയോ മിനിറ്റ് വീഡിയോ എടുത്തതിനോട് വർത്തമാനം പറയുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വെച്ചാൽ 65%. പിന്നെ സിംഹം. ഓക്കെ, അപ്പോൾ എന്നാൽ ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. എന്താ പഠിക്കുന്നത്? ബിടെക് സ്റ്റുഡൻറ്റിനാണ് നമ്മളിന്ന് കണ്ടുമുട്ടിയത്. അപ്പോൾ ഇത് MES കോളേജിലുള്ള സ്റ്റുഡൻസൊക്കെ നിങ്ങളെ കാണും. അപ്പോൾ അത് ഫുൾ ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത്, MES കോളേജ്. അപ്പോൾ ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞോളൂ. ഒന്നുകൂടി പറഞ്ഞോളൂ. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ ഐസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഐസ്, ഇനി ഞാൻ വെറുതെ ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടുപോകണില്ല. എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര ഒരു വിഷയമായിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ MES കോളേജിൽ കുറേ സംസാരിക്കാൻ കുറേ പ്രഷർ എടുത്ത് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒരു മച്ചാനുംപാടെ കടന്നു വരുന്നുണ്ട്. ഈ മച്ചാനുംപാടെ കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഹലോ ബ്രോ. ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? തഹസീൻ.
Tehseen. What is your language? I am from North. Hindi. Hindi. Yes. Hindi. तुम्हारा नाम क्या? Tehseen. Tehseen. Yes. NIT student. Yes. ഓക്കെ. എന്താ പഠിച്ചവനെ കുടുക്കി ഇംഗ്ലീഷ് വിച്ച് യുവർ ക്ലാസ് ബിടെക് like which year I am currently studying? സ്റ്റഡിങ് വിൽ ബി ക്ലാസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th year. 4th year student. ഇയർ സ്റ്റുഡൻറ്റ്. ഓക്കെ. എന്തായാലും ഇവർക്ക് ഹിന്ദി അറിയുള്ളൂ, അമ്മക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ക്യാമറ നോക്കി ചാറ്റ പറഞ്ഞു ബൈ. ഓക്കെ, Have a nice day. ഹാവ് എ നൈസ് ഡേ. ഗായ്സ്, ഇനി എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ വ്ളോഗ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇടും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റണ മാതിരി അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ബട്ടൺ അടിച്ചിടണം പ്ലീസ്. ഞാനൊരു പുതിയ തരം യൂട്യൂബറാണ്. എൻ്റെ കഷ്ടപ്പാടുകൾ നോക്കണം. ഡെയിലി അടിപൊളി വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റണ മാതിരി ഞാൻ അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനൊന്നും വരുന്നില്ല. പറയാൻ കുറേ കാര്യങ്ങൾ പറയാനും ഉണ്ട്, പക്ഷേ എനിക്കൊന്നും മനസ്സിലാണ് ഓർമ്മ വരുന്നില്ല. ഒന്നും ഒരു കറക്റ്റ് ടൈമിനൊന്നും കിട്ടൂല ഉള്ള ചുരുക്കി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ഒരു ടച്ചും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പരിചയപ്പെടലാണ്. പെട്ടെന്നുള്ള ഒരു ഇമ്പ്രഷനാണ് എൻ്റെ വീഡിയോയിൽ മൊത്തത്തിൽ ഉണ്ടാവുക. പെട്ടെന്ന് നമ്മൾ ഒരാളിപ്പോൾ ഒരു വ്ളോഗർ പെട്ടെന്ന് എടുത്ത് വരുമ്പോഴുള്ള ഇമ്പ്രഷൻസ് ആയിരിക്കും എൻ്റെ വീഡിയോയിൽ ഫുള്ള് ഉണ്ടാവുക. ഓക്കെ ടാറ്റ. അപ്പോൾ സ്കൂൾ വിടുന്ന ടൈം ആയിക്കണ്. ചെറിയ കിഡ്സുകളൊക്കെ ടാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. വീട്ടിലെത്തിയിട്ട് നോക്കണം എന്തായി വീഡിയോ, അടിപൊളിയാണോ അടിപൊളി അല്ലേ എന്നൊക്കെ ഉള്ള വീട്ടിലെത്തിയിട്ട് നോക്കാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. അപ്പോൾ നാളെ നമ്മൾ അടിപൊളി കോളേജിൽ പോയിട്ട് നല്ല 4-5 ക്വസ്റ്റ്യനായിട്ട് വരും. ഫുൾ കുസൃതി ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. പിന്നെ PSC ക്വസ്റ്റ്യനും ചോദിക്കും. ഇന്ന് നമ്മൾ ചോദിച്ചത് മൊത്തം PSC ക്വസ്റ്റ്യനാണ്. ഇന്ന് ഫുൾ PSC ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചോദിച്ചത്. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ NIT ഉള്ള കുറച്ച് സ്റ്റുഡൻസിനെ നമ്മളിന്ന് വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹിന്ദിയൊന്നും നമുക്ക് അറിയാത്ത ലാംഗ്വേജാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി മലയാളം. പിന്നെ കുറച്ചൊക്കെ ഒരു ഹിന്ദിയൊക്കെ തുള്ളിയറിയാം. തുള്ളിയൊരു ഹിന്ദി, തുള്ളിയൊരു ഇംഗ്ലീഷ്. മൊത്തത്തിൽ നമ്മൾ പഠിച്ചില്ല. അതൊക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് അടുത്ത അടിപൊളി ഹിന്ദിക്കാരൊക്കെ പിടിച്ച് നമ്മൾ വ്ളോഗിലിടണം. പിന്നെ സബ് ടൈറ്റിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദിയിലാവും ഇതിൻ്റെ ലാംഗ്വേജ്. അടിയിൽ സബ് ടൈറ്റിൽ ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.